ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തില്ല. ചെയ്യാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, വളരെ റീസെൻ്റ് ആയിട്ട് തൊട്ടുമുന്നേ നടന്ന ചില സംഭവങ്ങളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്ന ആള് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ അവരുടെ ഭാഗത്ത് നീതിയുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവരുടെ ഭാഗത്തും ചില മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അത് മറച്ചു വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റാതെ തോന്നി. ആ സംശയം അവിടെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് കേട്ടെ നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി അത് റിയാക്ട് ചെയ്യാതെ വിട്ടിരുന്നായിരുന്നു. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ അത് സമൂഹ മാധ്യമത്തിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. ആൾക്കാർ പ്രതികരിക്കും, കമൻറ്റിലൂടെ മാത്രമല്ല റിയാക്ഷൻ വീഡിയോയിലൂടെയും പ്രതികരിക്കും. പക്ഷേ ആ പ്രതികരിച്ചത് ശരിയായില്ല എന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത പെൺകുട്ടി പറയുന്നത്. അങ്ങനെ അവർ പറയുന്ന ആ വീഡിയോ ആണ് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ആ വീഡിയോ കൊണ്ട് നോക്കാം. ഇന്നലത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര്. അതായത് ഈ എൻ്റെ ആൻറ്റീനെ റോഡിൽ വെച്ചിട്ട് മർദ്ദിച്ച, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ മർദ്ദിച്ച ഒരു ഇൻസിഡൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അത് കുറേ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോന്നും പോലെ യൂട്യൂബിൽ വ്ളോഗിൽ വിളിച്ചു പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇല്ലയെന്ന് പറയുന്നില്ല, ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്യുന്ന കാര്യം നമുക്ക് പിന്നീടുള്ള ഭാഗത്ത് സംസാരിക്കാം. എന്തുകൊണ്ട് ആൾക്കാർ അത് റിയാക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് ആ വീഡിയോ ആളുകളുടെ ഇടയിലേക്ക് വന്നത്. നമ്മുടെ സമൂഹം ഇപ്പോൾ കുറെ കൂടിയൊക്കെ ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമണം ഉണ്ടാകുമ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ആളുകൾ തീർച്ചയായിട്ടും അത് പ്രതികരിക്കും. വളരെ സെൻസിറ്റീവായ വിഷയമാണ് അത്. ഈ പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോയിൽ കമൻ്റായിട്ട് മാത്രമായിരിക്കില്ല ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്, പോസ്റ്റുകൾ എഴുതുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കുന്നവരുണ്ട്. അവരൊക്കെ ആ വിഷയം എടുക്കുകയും അതിൽ അവരുടേതായ പ്രതികരണം അതിൽ പറയുകയും ചെയ്യും. അതിനെ കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് വളരെ മോശമാണ്. അത് കണ്ടന്റ് ആക്കിയത് കൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിന് കൂടുതൽ റീച്ച് കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം കാര്യങ്ങൾ എന്താന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല. അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്ത് തർക്കത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ സമ്മൺ മൊണ്ണ, അല്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത്, നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയത്. ഓൾറെഡി വലിയൊരു ഇഷ്യൂല് മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഈ മൊണ്ണ പോലുള്ള പദങ്ങൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പദമാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല, മോശമായ കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഈ പെൺകുട്ടിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എവിടെ, അയാൾ എന്ത് ചെയ്യുകയായിരുന്നു, ഈ വിഷയത്തിൽ അയാൾ എന്ത് ഇടപെടൽ നടത്തി എന്ന് ചോദിക്കുന്നത് ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. പിന്നെ ബിഫോർ നോയിങ് ദ ട്രൂത്ത്, ആരാണ് കുട്ടി ഇതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയേണ്ടത്? നിങ്ങളായിരുന്നു ആ കാര്യം പറയേണ്ടത്. നിങ്ങളൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ പകുതി കാര്യം പറഞ്ഞ് നിർത്തിയോണ്ടാണ് ഈ പ്രശ്നം വന്നത്. എന്തായിരുന്നു ഉള്ള കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല, ഈ ലിറ്റിയെ മർദ്ദിച്ചു എന്ന് പറയുന്ന ആളുടെ മകൻ ചില യൂട്യൂബ് വ്ളോഗേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വോയിസ് ക്ലിപ്പുകളും വീഡിയോസൊക്കെ ആയിട്ട് അവരും റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങൾ ഇതിനകത്ത് അവ്യക്തമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്നത്. ആ വ്യക്തത ഉണ്ടാക്കിയത് നിങ്ങളാണ്. ആ വ്യക്തത ഉണ്ടായതുകൊണ്ടാണ് ആളുകൾ ഭർത്താവ് എവിടെ, ബന്ധുക്കൾ എവിടെ എന്ന് ചോദ്യം ചോദിച്ചത്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ പകുതി വെന്ത സത്യമാണ് കൊണ്ടുവന്നിട്ടത്. കാര്യം ശരി, നിങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ചെയ്ത കാര്യമായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുറെ കൂടി വ്യക്തത കിട്ടുന്ന കാര്യത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമായിരുന്നു. നിങ്ങൾ യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത്, ദൈവത്തെ ഓർത്ത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇനി ഇതേപോലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കും, ഒരു ഡിസ്ക്ലെയിമർ ഇടൂ. ഈ കണ്ടന്റ് പൊതുജനങ്ങൾ പ്രതികരിക്കാനുള്ളതല്ല. ഈ വിഷയത്തിൽ പൊതുജനങ്ങളൊന്നും അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞിടൂ. ആഘോഷം എന്ന വാക്കൊക്കെ കടന്ന കൈയാണ് പെങ്ങളെ. ഒരു പെണ്ണിനെ മർദ്ദിച്ചു, ആ പെൺകുട്ടിയെ പരസ്യമായിട്ട് അതിൻ്റെ വസ്ത്രം വലിച്ചു കീറി, ഇതൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ആഘോഷിക്കുന്നെന്ന് പറയുന്ന സംഭവം റിയാക്ഷൻ വീഡിയോ ചെയ്തവരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആഹാ അടിപൊളി കീറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ വിഷയത്തിൽ പെട്ട പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തതിനെ സംസാരിച്ച് അത് നിങ്ങളും അംഗീകരിച്ചതാണ്. ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം മാത്രമല്ല, എത്രയോ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പല റിയാക്ഷൻ വീഡിയോസും പൊതുവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അട്രോസിറ്റീസ് നടക്കുമ്പോൾ അവിടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരുമാതിരപ്പെട്ട എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ചെയ്യുന്ന കാര്യമാണ്. അതിന് ആഘോഷം എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുന്നത് ശരിയല്ല. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, അപ്പോൾ ആ നിലവാരം നിങ്ങളും കാത്തു സൂക്ഷിക്കണം സംസാരിക്കുമ്പോൾ.
ഇതിനുള്ള എക്സ്പ്ലനേഷൻ അവിടെ സംഭവിച്ചതും വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. എവിഡൻസ് CC ക്യാമറകളും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് നമുക്ക് കിട്ടിയിട്ടില്ല. വീട്ടിൽ നടന്ന സംഭവങ്ങളെ മാക്സിമം ആൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ആളും എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള എവിഡൻസ്. സോ ഇതെല്ലാം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് വീഡിയോ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മതിയായിരുന്നു. ഇതൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ഔട്ട് ചെയ്യാൻ മതിയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, ചില രേഖകൾ കിട്ടാൻ, അതിനുശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ളവർ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആരും ഇതൊക്കെ എടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സംസാരിക്കാനോ ശ്രമിക്കില്ലായിരുന്നു. അപ്പം നിങ്ങൾ ആ രീതിയിൽ ചെയ്യാതിരിക്കുകയും അത് നിങ്ങളൊരു കണ്ടന്റായിട്ട് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്തവർ ചെയ്യാൻ പാടില്ല, അവരെല്ലാം അറിഞ്ഞതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതൊരു ലോജിക്കല്ല. ലോകത്തൊരു വിഷയത്തിൽ നമ്മൾക്ക് പൂർണ്ണമായ വിവരം കിട്ടിയതിന് ശേഷം പ്രതികരിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ലോകത്തിന്റെ ഒരു കോണിലിരിക്കുന്ന ആളാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ മറുകോണിലിരിക്കുന്ന ആളാണ്. നിങ്ങൾ വീഡിയോയിൽ എന്ത് പറയുന്നോ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധുക്കൾ എവിടെ അല്ലെങ്കിൽ ഈ ഭർത്താവ് എവിടെ എന്ന ചോദ്യം ബാക്കി വെച്ചത് ആ വീഡിയോ തന്നെയാണ്. അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്കായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൃത്യമായിട്ട് പറയണമായിരുന്നു ബന്ധുജനങ്ങൾ നടത്തിയ ഇടപെടൽ എന്താണ്, ഭർത്താവ് നടത്തിയ ഇടപെടൽ എന്താണെന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ കൂടി ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടി വന്നത്. ഉപയോഗിച്ച ഭാഷ മോശമായിരിക്കാം, പക്ഷെ ചോദ്യം വാലിഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് കമന്റ് ആയാലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് 3 കുട്ടികളുണ്ട് എന്നുള്ള കാര്യം. ഒരു പൊടിക്കുഞ്ഞും ആ സംഭവം നടക്കുന്ന സമയത്ത് ആളുടെ കയ്യിലാണ്. ഇളയ കുട്ടിയും ആളുടെ അമ്മയുടെ അടുത്താണ്. മൂത്ത കുട്ടി ഭക്ഷണം പോലും അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റാണ്ട് ആളെ കരഞ്ഞ് ആകെ പ്രശ്നമാക്കിയിട്ട് മൂത്ത കുട്ടീനെ കൊണ്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു ആ സമയത്ത്. ശരി, നിങ്ങളിപ്പോൾ എന്താ ചെയ്തെന്ന് അറിയാമോ? ഈ വീഡിയോ ഇട്ടപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി കമന്റ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. നിങ്ങൾ ഇതൊരു കാര്യം വന്ന് പറഞ്ഞിട്ട് പോകുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ആളുകൾ എങ്ങനെ അറിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ഒരു വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആളുകൾക്ക് ചില സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ നിങ്ങളാണ് ഈ വിഷയം ജനമധ്യത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം കൊണ്ട് ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപടി കൊടുക്കാൻ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളെ ചോദിച്ച് ഈ വീഡിയോയിൽ എൻ്റെ കമന്റ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റേഡിയോ പോലെ വന്ന് പറയും, അത് നിങ്ങൾ കേട്ടാൽ മതി, എന്നിട്ട് ഞാൻ പറയും, അന്നേരം നിങ്ങൾ പ്രതികരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നതിനൊക്കെ. ഇപ്പം നിങ്ങൾ ഈ ഭാഗത്ത് പറഞ്ഞിടത്ത് നിന്ന് ഈ 3 കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. തൊട്ടടുത്ത ഭാഗം കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യം മനസ്സിലാവുന്നതേ. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വൽ ട്രൂത്ത് എന്താണെന്ന് അറിയില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ എല്ലാവർക്കും ചെയ്യാം. ഇപ്പൊ അയാൾ ചെയ്ത പോലെ നമുക്കും ചെയ്യാം. മാക്സിമം അന്നത്തെ ദിവസം ആ കുട്ടിക്ക് പറ്റിയ സമയത്ത് തന്നെ ആളുടെ അപ്പനും സഹോദരനും നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അതിന്റെയൊക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെയിരിക്കണ ഈ സത്യത്തിൽ ഈ ഭാഗം കണ്ടത് മുതൽ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുകയാണ് കേട്ടോ. ഭയങ്കരമായ പുച്ഛമാണെന്ന് തോന്നുന്നു. നിങ്ങൾ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിച്ചു. ആ പെൺകുട്ടിക്ക് സഹായിക്കാൻ ആരുമില്ലെന്നൊരു കാര്യം വന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ എനിക്ക് ആളില്ല സഹായത്തിന്. എനിക്കിതിന്റെ നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇങ്ങനെ ഈ പെണ്ണ് പറഞ്ഞിടത്ത് ഈ നാട്ടുകാർ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നാണ് സഹോദരി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കില്ലേ, ഭർത്താവ് എവിടെ, ബന്ധുക്കൾ എവിടെ? എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുകയാണ് അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് സത്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളോട് സഹതാപം തോന്നുകയാണ്. കാരണം നിങ്ങൾ കുറച്ച് മറച്ചു വെച്ച് കുറച്ച് മാത്രം ആളുകളെ കാണിച്ചു. ഇപ്പം റിയാക്ട് ചെയ്തവരാരായി? ഇനിയും നിങ്ങളടുത്ത് കുറച്ച് തെളിവുകളുണ്ട്, അതൊക്കെ പിന്നീട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അത്രേ. ഏതോ ഒരു കുരുത്തത്തിന് ഞാൻ വിചാരിച്ചതാണ് ഇതിലെന്തോ സംഭവം ഗുലുമാലുണ്ട്, കുറച്ചുകൂടി കഴിയട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അത് പ്രതികരിച്ചില്ല. പക്ഷെ ഇത് അതേപോലെ ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന കുറച്ചുപേർ, എനിക്ക് അവരെ നേരിട്ടറിയില്ല, പക്ഷെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. നിങ്ങൾ പറഞ്ഞ് കൈസിനെ ഹെലന സ്പാട്ടയുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ പ്രതികരിക്കുന്ന ചില ആളുകളെ എനിക്കറിയാം. അവരൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ളത് കൊണ്ടുകൂടി പ്രതികരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പം നിങ്ങൾ ഈ രീതി കാണിച്ചുകൊണ്ട് പെട്ടുപോയത്. നിങ്ങൾ ഈ കാണിച്ചത് മഹാമോശമായ കാര്യം. ഇപ്പം ഇനിയിപ്പം നിങ്ങൾ ഏത് രീതിയിൽ ന്യായീകരിച്ചാലും
പക്ഷെ നമ്മൾ ആരും പ്രതികരിക്കാതിരുന്നില്ല. നമുക്ക് ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും വായി തോന്നിയ പോലെ ഭർത്താവിനെ അല്ലെങ്കിൽ വീട്ടുകാരെ എത്രയും നാൾ കണ്ടുകൊണ്ട് നിന്ന് എന്തിനാന്നൊക്കെ ചോദിച്ച് വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ നടക്കുന്നതെന്ന് നടന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരാൾ ഇത്രയും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സംസാര ശൈലികൾ ദയവ് ചെയ്ത് യൂട്യൂബേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക. ഒഴിവാക്കേണ്ടതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു മോശമായ വാക്ക് ഉപയോഗിച്ചത് ഒഴിവാക്കണമെന്ന്. പക്ഷെ അതിനകത്തൊരു എലമെന്റ് ഉണ്ടായിരുന്നു കൊച്ചെ. നിങ്ങൾ പറഞ്ഞു ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ആക്രമിച്ചു എന്ന് പറയുന്ന വ്യക്തി പിടിച്ചു എന്ന് പറഞ്ഞു. അത്തരം ഒരു വിഷയമൊക്കെ വന്നു കഴിയുമ്പോൾ അത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. വീട്ടുകാർ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഭർത്താവ് ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ട് നിങ്ങൾ കുറച്ച് മുന്നേ ആണിത് പറയുന്നത്. നിങ്ങൾ തിരിച്ചും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കയ്യിലുണ്ടെന്ന്. ഈ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചത് കൊണ്ടല്ല ഈ ഒരു ചോദ്യം വന്നത്. ചോദ്യം ചോദിച്ച രീതിയിൽ ഉപയോഗിച്ച പദങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ആ ചോദ്യം വാലിഡ് ആണോ? ചോദിക്കില്ലെന്നേ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ രീതിയിൽ അട്രോസിറ്റീസ് ഉണ്ട്, ഇങ്ങനെ രീതിയിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് വീട്ടുകാർ ഇടപെട്ടില്ല എന്ന ചോദ്യം ഉണ്ടാകുമായിരുന്നു. ആ കാര്യം നിങ്ങൾ മറച്ചു വെച്ചു. ഇപ്പോഴെനിക്ക് തോന്നുന്ന സംശയമുണ്ട് കേട്ടോ. മറ്റേ ചെക്കൻ അയച്ച വോയിസ് മെസ്സേജിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. റിയാക്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളോടാണ്. നിങ്ങൾ ചെയ്തതിൽ തെറ്റണമെന്ന് ഞാൻ പറയില്ല, എക്സെപ്റ്റ് ആ ഉപയോഗിച്ച വാക്കുകൾ വെച്ച്. കാരണം ഈ വിഷയത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഈ രീതിയിൽ പ്രതികരിക്കുകയുള്ളൂ. അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി അഗ്രസീവായിട്ട് ഈ സമൂഹം പ്രതികരിക്കും. അങ്ങനെ പറ്റുള്ളൂ. ഇവർ കുറച്ച് മാറ്റി വെച്ച് ഇവരുടെ ഉദ്ദേശം ഇതായിരുന്നു, മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അങ്ങനെ ഈ വിഷയത്തിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം. മാധ്യമങ്ങൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കി വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്. ഒരു മാധ്യമങ്ങൾ ഏറ്റെടുത്തത് ഈ റിയാക്ട് ചെയ്ത ആൾക്കാരാണ്. അവരിലൂടെ കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞു. പക്ഷേ അവരിപ്പോൾ മണ്ടന്മാരായി. കാരണം നിങ്ങൾ കൊടുത്തതും കിട്ടിയതുമായ കുറച്ച് വീഡിയോസൊക്കെ അവിടെ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും പെൺകുട്ടിയോട് കാണിച്ചത് അതിക്രമമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.